കുഴയിലോട്ട്. ഇവിടെയാണോ വേദന? ഇവിടെയാണ്. ആ മറ്റേ ആ കുഴയാണ് എന്തോരായത്. വല്ല ബലമൊന്നും നീരൊന്നുമില്ല കേട്ടോ. നീരില്ലാണ്ട് ആ കുഴയിലാണ് ഒരു ശകലം എന്തോ. പക്ഷെ അത് നമുക്ക് അറിയണമെന്നില്ല. ഓ നീ തടവിയാ മതി. വലിയ ബലം. ഒന്നാമതേ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ കാലും വെച്ച് അങ്ങോട്ട് നടക്കരുത്. നടന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും. നടന്നാ? ഞാൻ എവിടെ നടന്നത്? ഇന്നലെയും കൂടി ആ സുലുവിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പൊ അത് ഞാൻ കൊച്ചുങ്ങളോടെ ചുമ്മാ ഒന്ന് അവിടെ വരെ നടന്നതല്ലേ. കൊച്ചുങ്ങളുടെ കൂടെ നടന്നാലും നടത്തം തന്നെയല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ച നിങ്ങൾക്ക് നല്ലത്. എന്താണ് പരിപാടി രണ്ടുപേരും കൂടെ? അതെ ചേച്ചി റെസ്റ്റ് എടുക്കണേ ഇല്ല. ചേച്ചിക്ക് പ്രായത്രയെന്നൊരു വിചാരമൊന്നുമില്ല. ഏത് നേരം ഇങ്ങനെ അങ്ങോട്ട് ചാടി ഓടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാലേ നീരുണ്ടാവും, കടച്ചിലുണ്ടാവും. എനിക്കെന്നും വന്നിങ്ങനെ ഉഴിഞ്ഞേരാനൊന്നും സമയം ഉണ്ടാവില്ല. എന്റെ പൊന്ന് ഗിരിരാജ, നീ വരണ്ട എന്ന് നീ എഴുന്നേറ്റ് പോ. നിന്റെ കാര്യം നോക്കിപ്പോ. ഞാൻ പോവേ. അതെങ്ങനെ ശരിയാ? അപ്പൊ കുറച്ചുമ്പോ പറഞ്ഞില്ലേ എനിക്ക് ചൂടുവെള്ളം ഇങ്ങനെ ആറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടു തരണമെന്ന്. നീ ഇങ്ങനെ ആറ്റി പോയി കൊണ്ടുപോവാ. നമ്മുടെ വെക്ക്, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ചേച്ചിയുടെ ഒരു കാര്യം, ഞാൻ ഇത്തിരി വെള്ളം ചൂടായിക്കോളൂ. ഞാൻ കൊണ്ടുവരാം. അയ്യോ വീഴല്ലേ. ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്തോന്ന്? ഇവിടെ തിരിയേ. പറ. ശരിക്കും അമ്മയ്ക്ക് കാലുവേദന ഉണ്ടോ? ഉണ്ടാന്ന് ചോദിച്ചാ കുറേശ്ശെ. അതെപ്പോഴുള്ള വേദന അല്ലാതെ ഇങ്ങനെ തിരുമിക്കാൻ പാകത്തിന് വേദനയുണ്ടോ? എന്റെ പൊന്നെ, ഞാൻ അവനെ വിളിച്ച് തിരുമിപ്പിച്ചതല്ല. അവൻ എന്റെ കാല് പിടിച്ചു വെച്ച് എണ്ണ അങ്ങോട്ട് കൊള്ളുമ്പോ കൂടെ ഇട്ട് തരുന്നതാണ്. ഞാനെന്തോ വേണമോ? അതൊന്നുമല്ല, 2 ദിവസമായിട്ട് അമ്മാവനെ പിടിച്ചിട്ട് വിടുന്നില്ല. ഇവിടെ ഇട്ട് ഈ കാല് തിരുമിപ്പിക്കല. അതെന്താ കാര്യം? അല്ല മക്കളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല പണ്ടൊക്കെ അവന് ഞാനും എനിക്ക് അവനും അല്ലേ ഉള്ളായിരുന്നു. അതാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അതൊന്നുമല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് പണ്ടത്തെ ഒരു സ്നേഹമൊന്നും എൻ്റെ അടുത്തില്ലെന്ന്. ദൈവമേ, എന്റെ അമ്മാവൻ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരാറുണ്ട്. അല്ല, ഞാനൊരു കാര്യം, ഗിരിജയെന്ന് പറഞ്ഞ ആരാ? അമ്മാവന്റെ ഭാര്യനെ ഭർത്താവ് സ്നേഹിക്കണ്ടേ? പിന്നല്ലാതെ. അല്ല, സ്നേഹിക്കണം എന്ന് വെച്ച് പെങ്ങളെ മറക്കാൻ നോക്കുമോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കനകം നിന്നെ മറന്നാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? അല്ല ക്ലീറ്റോ നിന്നെ മറന്നാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതേപോലെ തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞ അമ്മാവനെ വിടാൻ ഉദ്ദേശമില്ല. അല്ല അങ്ങനെയൊന്നും അല്ല. എന്നാലും അവന് ഭാര്യയോടാണോ പെങ്ങളോടാണോ സ്നേഹമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മായി കേട്ടെല്ലാം കേട്ടു കേട്ടോ. അവള് കേട്ടാ എനിക്കെന്ത്? ഞാൻ എന്റെ ചെറുക്കൻ്റെ കാര്യം ഞാനും ചെറുക്കനും കൂടെ അല്ലേ സംസാരിച്ച. ഈ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഭൂകമ്പം നടക്കും. ഞാൻ പോവാ എന്റെ പൊന്നെ. ഇനി അകത്തുണ്ടാവോ? ഗിരിജേട്ടാ, അയ്യോ അമ്മേ. ഓ ഗിരിജേട്ടാ, ഓ ഗിരിജേട്ടാ. എന്തേ? അയ്യോ നോക്കിട്ട് വേണ്ട ഇതൊക്കെ. എങ്ങനെയാണ് വീണ്? കാണിച്ചു തരാൻ പറ്റുമോ? അതല്ലടി, ഇതിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ താഴത്തേക്ക് എങ്ങനെ വീണ്? അതാ ചോദിക്കുന്നത്. ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞു വിരിച്ചതാ. അന്നേരം അങ്ങ് കാല് സ്ലിപ്പായി നടു പിടിച്ചങ്ങ് വീണ്. എവിടെയെങ്കിലും വേദന ഉണ്ടാ? പിന്നെ എന്റെ ഇടത് കൈയും വയ്യ, നടുവും. അല്ല അത് ഞാൻ ചോദിക്കട്ടെ, നീ കണ്ടിങ്ങനെ ഈ വലതുവശം ഇങ്ങനെ ഇടിച്ചല്ലേ വീണ് കിടന്നത്, അപ്പൊ പിന്നെ ഈ ഇടത് കൈക്ക് എങ്ങനെ വേദന വരുന്നത്? വീഴുമോ പിന്നെ ഇടതും വലതും നോക്കാൻ പറ്റുമോ ചേച്ചി? നമുക്ക് ആശുപത്രി പോയി തരാം. വേണ്ട, ഗിരിജേട്ടനൊന്ന് തടവി തന്നാ മതി. അതെ. അല്ല എന്നാ പിന്നെ അല്ലെങ്കിൽ വേണ്ട, നമുക്കൊന്ന് ആശുപത്രി പോവാ. വേണ്ട ഗിരിജേട്ടാ, തൈലം ഉണ്ടല്ലോ, അത് മതി. ഞാൻ ഒഴിഞ്ഞാ മതി. ഗിരിജാ മക്കളെ, ചേച്ചിക്ക് ചൂടുവെള്ളം. അല്ല ചേച്ചിക്കുള്ള വെള്ളം ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വീണ ശബ്ദം കേട്ട് ഞാൻ വന്നതേ. ഇപ്പൊ വെള്ളം ചൂടായിട്ടുണ്ടാവും, ചേച്ചി എടുത്ത് കുടിച്ചോ. അയ്യോ പ്രശ്നമില്ല. ഗിരിജേട്ടാ, ഇവിടൊക്കെ വേദന.
അല്ല ചേച്ചി അവൾക്ക് എന്തോ വേദന ഉണ്ട്, അല്ലെങ്കിൽ അവൾ അങ്ങനെ പറയാറില്ല. ഞാനേ ഇതൊന്ന് ഒഴിഞ്ഞു കൊടുക്കട്ടെ. ലില്ലേ ചേച്ചിക്ക് വെള്ളം എടുത്ത് കൊടുത്താ. അമ്മയ്ക്ക് ഞാൻ വെള്ളം വേണ്ട, എനിക്ക് ഗിരിജാല എടുത്ത് തന്നാ മതി. എന്നാ അമ്മായി വാ, ഞാൻ എണ്ണ ഇട്ട് തരാം. അത് വേണ്ട, ഗിരിജേട്ട ഇട്ട് വന്നാലേ ശരിയാവത്തുള്ളൂ. രണ്ടാൾക്കും ഞാൻ തന്നെ വേണം. എന്താണ്? ഞാൻ പുറകുവശത്ത് കാണും, നീ ചൂടുവെള്ളം കൊണ്ട് അങ്ങോട്ട് വന്നേക്കണം. തൈലം എടുത്തൊന്ന് തടവേ മനുഷ്യ. നോക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇതിലാണോ വെച്ചേക്കണേ? അതി തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ലില്ലി പറഞ്ഞ പോലെ ഡോക്ടറെ അടുത്തൊന്ന് പോവാ. വേണ്ട, നിങ്ങൾ തൈലം ഇട്ടാ മതി. ഞാൻ തൈലിട്ടാ മതി. പക്ഷേ എന്തൊരു കഷ്ടം, നോക്കി നോക്കി. കൈയൊന്ന് പൊക്കി നോക്കി. പൊങ്ങുന്നില്ല, ഇങ്ങോട്ട് കൊണ്ടുപോവാ. കൈ ഒന്നും പൊക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയാ. ചേച്ചി പറഞ്ഞ പോലെ ആ പുറ അടിച്ചാ വീണു, പിന്നെ ഈ പുറ എങ്ങനെ വേദിച്ചപ്പോ കൊണ്ടുവരുന്നോ? എടുക്കട്ടെ, ഇതിൽ കാണാനില്ല അത്. അടുത്ത കളർ യെല്ലോ യെല്ലോ വേണ്ടല്ലോ. ഓക്കെ അപ്പൊ ഇനി അടുത്തത് ഞാനില്ലേ, ഞാനൊരു കളറാണ്. ആ ഷാഷ് നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ വിശക്കണില്ലേ? കഴിക്കാം. നിനക്ക് വിശക്കണില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. നീ മാർക്ക് എനിക്ക് ഇത് ചെയ്യട്ടെ. ഓക്കെ മതി മതി. ഓ ഓക്കെ, ഇനി അടുത്ത കളറ്. അടുത്ത ആരാ പറയുന്നേ? അത് കണ്ണല്ലേ? പറ. ബ്രൗൺ. നിനക്ക് നാണാവൂലേടി നല്ലു ഇത്രയും വലിയ പിള്ളേരുടെ കൂടെ കളിക്കാൻ? ഞാൻ പറയാം. ഞാൻ പറയാം. ഏതേലും ഒരാള് പറ. എന്താ കാണുന്നില്ലേ? എല്ലാവരും കളിച്ച ക്ഷീണത്തിലാണോ? എങ്കിൽ എൻ്റെ കയ്യിലൊരു സൂത്രമുണ്ട്, എന്തുവെന്ന് പറയാമോ? മുട്ടായി. ഐസ്ക്രീം. ഇയാള് പറ. ഐസ്ക്രീം 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 ആയിരിക്കുമല്ലോ. ഐസ്ക്രീം ആയിരിക്കുമല്ലോ. തമ്പുരാനെ, ഈ പിള്ളേർക്ക് പനി വരുത്താനാണോടാ ഈ ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നത്? പിന്നെ ഓരോ ഐസ്ക്രീം കഴിച്ചെന്ന് പറഞ്ഞ് പനി വരുവാന്ന് വരട്ടെ. ഇതാർക്കായിരിക്കും? അത് റൊണാൾഡോ ആയിരിക്കുമല്ലേ? അല്ല, എനിക്കൊന്നും വേണ്ട. കഴിക്കങ്ങോട്ട്. ഇന്നും ചോറും കറി മാത്രം കഴിച്ചാൽ മതിയോ? ഇന്ന് സ്പൂണൊന്നുമില്ലേ? സ്പൂണ് തന്നില്ല അങ്ങേര്. കടയിൽ ചെന്ന് സാധനം മേടിച്ചപ്പോഴാ തന്ന്. എന്നാലും എന്തിനാന്ന് ഇത് മേടിച്ചത്? ഈ ഇതുങ്ങൾക്ക് കൊടുക്കണ്ടായിരുന്നു. ഒക്കത്തിനും ചുമയാ. കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്നും പനിയില്ല. സ്കൂളിലും പോകണ്ട. കഴിച്ചിട്ട് ചുമക്കട്ടെ. സാധനം മേടിച്ചെന്റെ ബാക്കി പൈസ തരാനില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഐസ്ക്രീം തരാം. എന്റെ പൈസക്കാണ് അപ്പൊ മേടിച്ചത്. എന്നല്ലാതെ എന്റെ പൈസക്ക് മേടിക്കാൻ എനിക്ക് തലേക്കട വണ്ടി കൊടുന്നു. 5 മേടിച്ചു പറഞ്ഞാൽ ഞാൻ വഴി തിന്നോണ്ട് വന്നു. നാളെ നിങ്ങൾക്ക് തന്നു. 5 ഐസ്ക്രീം മേടിച്ചോ? 2 10 100 രൂപയുടെ കാര്യത്തിൽ ഇങ്ങനെ നടന്ന് ഉരുകല്ലേ. ഓ എന്റെ ദൈവമേ, ആ 100 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാണാം. ആ അവിടെ തിരുമല 5 സെന്റ് വസ്തു മേടിച്ചാൽ. ചേച്ചി ആ വാടി. കൂട്ടാളി വന്നല്ലോ, കൂടെ ഒരു കപ്പ്. ഓ എനിക്ക് വേണ്ട. നല്ല ഐസ്ക്രീമാ. ഞാൻ മേടിച്ചോണ്ട് എന്താ മുഖം ബ്ലിഞ്ചൻ ഇരിക്കുന്നത്? അവിടെ എന്തൊക്കെയാ നടക്കണത്? അമ്മാവനെ ഒരു സൈഡിൽ നിന്ന് അമ്മ പിടിച്ച് വലിക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് അമ്മായും പിടിച്ച് വലിക്കുന്നുണ്ട്. എന്താ ഉണ്ടായേ? അറിഞ്ഞില്ലേ? അമ്മായി കട്ടിലേന്ന് വീണു. കട്ടിലേന്നോ? അയ്യോന്നൊന്നും പറയണ്ട. ഇനി വീണതാണോ ചാടിയതാണെന്ന് എനിക്കറിയാൻ പാടില്ല. ചേച്ചി, നമ്മൾ നേരത്തെ അവിടെ നിന്ന് സംസാരിച്ചില്ലേ അമ്മയായിട്ട്? അത് അമ്മായി കേട്ടിട്ട് പോയില്ലേ? അതിന്റെ അടവാണെന്ന് എനിക്ക് തോന്നുന്നു ചാടിയത്. പിന്നെ അങ്ങനെ അയ്യോ. ചേച്ചി വന്ന് നോക്ക്. അമ്മായി ഒരു സൈഡില് നടുവേദന എന്ന് പറഞ്ഞിരിപ്പുണ്ട്, അപ്പുറത്ത് അമ്മ കാലുവേദന എന്ന് പറഞ്ഞിരിപ്പുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ ഭ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മായി വാങ്ങിച്ചിട്ട് ചൂട് പിടിച്ചേരാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട, ലില്ലി ഒന്നും ചെയ്യണ്ട, അമ്മാവൻ ചെയ്താൽ മതിയെന്ന്. അതിപ്പോ അന്ന് അമ്മ വാ, ഞാൻ കാലിൽ ചൂട് വെച്ചേരാം. വേണ്ട, അമ്മാവൻ ചെയ്താൽ മതി. രണ്ടുപേർക്കും അമ്മാവനെ മതി. അമ്മാവന്റെ കാര്യം ഡിഷ്കോ. ഒരു സൈഡ് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് വേണ്ട ചേച്ചി. അല്ലെങ്കിൽ വേണ്ട, അവിടെ കൊടുക്കണ്ടേ? നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വരുന്നില്ല, ഞാൻ ഇതും കഴിച്ച് ഇവിടെ നിന്നോളാം. ഞാൻ അങ്ങനെ വെറുതെ അടുത്തിരുന്നിട്ട് എന്താ കാര്യം? ഇനി വേദന മാറിയില്ലെങ്കിൽ ലില്ലി പറഞ്ഞ പോലെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ. ഡോക്ടറെ അടുത്തൊന്നും പോണ്ട, ഇതൊരു തൈലം ഇട്ടിട്ട് ചേട്ടൻ ഒന്ന് തടവിയാ മതി, മാറും. ഒന്നാമത് നോക്കിയിട്ടൊക്കെ നടക്കണ്ടേ? ഒന്ന് കാല് തെറ്റിയാൽ മതി ജീവിതം വഴിയുണ്ട്. ഞാനിത് മനപ്പൂർവ്വം വീണതാണോ?
പാവം ചേച്ചിക്ക് കാലുവേദന ഉണ്ടാവും, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അത് വേണ്ട, ചേച്ചിയെ നോക്കാൻ ലില്ലയും തങ്കും ഒക്കെ ഉണ്ട്. ചേട്ടൻ ഇവിടെ ഇരുന്നാ മതി. ഗിരിരാജ, എന്റെ പൊന്നു ഗിരിരാജ, ഒന്നിങ്ങോട്ട് ഓടി വായേ. എന്റെ ഗിരിരാജ, അയ്യോ, ഹലോ, ഹലോ, അയ്യോ. കാല് ഉരുണ്ട് കയറുണ്ടെന്നാണ്. അതെ, ഞാൻ ചേച്ചി നോക്കില്ല. അയ്യോ, അയ്യോ, എന്തേ? എന്റെ ഗിരിരാജ, എന്റെ ദേഹം മുഴുവൻ ഒരു വല്ലാത്ത വേദന. തിരിഞ്ഞി ചേച്ചിയുടെ അടുത്തിരി. എന്ത് പറ്റി? ഇതപ്പോ എത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നല്ല വേദന ഉണ്ടാ? വയ്യ എനിക്ക്, വേദന ഉണ്ട്. എന്താ? ചേച്ചിക്ക് ചെറിയ വേദന എന്നല്ലേ പറഞ്ഞേ? അല്ല, വേദന ചെറുതായാലും വലുതായാലും വേദന വേദനയല്ലേ? ആ, അതൊക്കെ അങ്ങ് മാറും. ഗിരിജേട്ടൻ വാ. ഗിരിജേട്ടൻ വാ, കയ്യിലും തൈലും ഇടുമ്പോ. നീ ആ കട്ടിലിൽ നിന്നല്ലേ വീണതല്ല, ആകാശത്തു നിന്നൊന്നും അല്ലല്ലോ വന്ന് വീണത്. എവിടുന്ന് വീണാലും വേദനയല്ലേ? ഓ, അമ്മായി വീണെന്ന് പറഞ്ഞ്. ആ, രണ്ടാൾക്കും അസുഖമായി. അല്ല, അപ്പൊ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അസുഖമായോ? എനിക്ക് ഇപ്പോഴൊന്നും ഉണ്ടായ അസുഖമല്ലല്ലോ, എനിക്ക് പണ്ടേ അസുഖമല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒരു ആംബുലൻസ് വിളിച്ചു. എന്തിന്? രണ്ടുപേരോട് ഒരുമിച്ച് ആശുപത്രി കൊണ്ടുപോകാം. ചികിത്സയ്ക്ക് എന്താന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ആ, ഇതിനൊക്കെ അതാ നല്ലത്. അപ്പം സ്വന്തം അമ്മയെ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ? അപ്പൊ ഞാനെന്തോ കള്ളം ചെയ്ത പോലെയല്ലേ ചേച്ചി പറയുന്നത്? അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആര് കള്ളം പറഞ്ഞതൊന്നും. ഞാൻ പക്ഷേ കള്ളം പറയത്തില്ല, അതെനിക്കറിയാം. നിങ്ങൾ വന്നേ, എന്റെ കൈക്ക് ഇച്ചിരി തൈലം ഇട്ടതാ. എനിക്ക് കഷായം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ്. അതെ, കഷായം ഉണ്ടാക്കി കൊടുക്കും. അതെ, ചേച്ചിയുടെ കാര്യം നോക്കിയിരുന്ന എന്റെ കാര്യം പിന്നെ ആര് നോക്കും? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എനിക്ക് കഷായം ഉണ്ടാക്കി തരണം. ആ, ചേച്ചി ഉണ്ടോ? അയ്യോ, ഇത്ര കുഴപ്പമുണ്ട്. അയ്യോ, ഞാനിനി എന്താ ചെയ്യാ? ഒരു സാധനം എടുത്തിട്ടാലോ? പോടാ. ആകെ പെട്ട് നിൽക്കുമ്പോഴാ അവന്റെ. അമ്മാവാ, എന്താ പിന്നെ ഇത് ഇപ്പൊ ഇവര് കാണിച്ചതുണ്ടല്ലോ, മുട്ടൻ അഭിനയമാണ്. ആ, ഇത് കള്ളത്തരമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, റൊണാൾഡിന് സംശയമുണ്ട്, ലില്ലിപ്പെണ്ണിന് സംശയമുണ്ട്. അമ്മാവൻ എന്താ തോന്നണേ? ആണെന്ന് ഓടിയായിരുന്നു. അങ്ങനെ കാട്ടിട്ട് ഇപ്പൊ അവർക്ക് എന്ത് കിട്ടാനാ? എന്നാൽ പിന്നെ ഒരാൾക്ക് തൈലം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ ചൂടുവെള്ളം ആക്കി കൊടുക്കുക. ഞാൻ പോട്ടെ എന്നാ. പറയാനുള്ളത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എന്റെ അമ്മാവ ഇവിടെയെങ്ങാനും വന്നിരിക്കും. ഇങ്ങനെ നടന്ന കാലിന്റെ കുഴ തിരിഞ്ഞു പോവുമല്ലോ. എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലെയാണ് അപ്പൊ നടക്കണത് ഇവിടെ. പിന്നെ ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണ്, അതൊക്കെ ശരിയാവും. പിന്നല്ലാതെ രണ്ടു പേരും പ്രതിപാദിച്ച് മത്സരിച്ചാണ് എന്നെ കൊണ്ട് കുഴമ്പിടിക്കുന്നത്. എനിക്ക് സംശയം ഇവര് നുണ പറയാണെന്ന്. ആടില്ല പാട്ടി. എങ്കിൽ ഒന്നും പേടിക്കണ്ട. പറഞ്ഞത് നുണയാണോ സത്യമാണോ നമുക്ക് ആശുപത്രി കൊണ്ടുപോയാൽ മതി. അതെ, അതേത് ആശുപത്രി? എറണാകുളത്തോ ഡൽഹിയിലോ ചിക്കമംഗളൂരോ എവിടെങ്ങാണ്ട് അവിടെയൊക്കെ പോകണം. മറ്റേ ഈ കോടതി, ഹൈക്കോടതിയോ അങ്ങനെ വലിയ വലിയ കോടതികളെ അനുമതി വേണം, എന്നാലും നുണ ഭരിച്ചവനൊക്കെ പോടാവുന്നു. അറിയാവുന്ന നിയമങ്ങൾ പറഞ്ഞു തന്ന്. വായന അടച്ചു വെക്കാമോ? കാര്യമായിട്ടുള്ളൊരു കാര്യം പറയുമ്പോഴാ. ഇത് കുട്ടികളെ അവിടെ ചീരത്തോട്ടത്തിൽ എന്തോരം പണിയുള്ളതാ അറിയും. അതൊക്കെ വിട്ടിട്ടാണ് കുറച്ച് ദിവസം ചേച്ചിയുടെ കൂടെ ഇവിടെ വന്ന് കാച്ചിട്ടുണ്ട്. അപ്പോഴപ്പത്ത് അനുഭവിക്കുന്നല്ല എന്തായാലും. ഈ സ്നേഹം കൂടിയാലും പ്രശ്നം പറഞ്ഞാൽ എന്തൊരു കറക്റ്റല്ലേ? അതെ അതെ, ഇത് സ്നേഹം കൂടിയിട്ടൊന്നുമല്ല. ഇതിന്റെ പേരാണ് നാത്തൂൻ പോര്. എല്ലാവരും നമ്മളെപ്പോലെ ആവണമെന്നുണ്ടോ? സത്യം. എങ്ങനെ? എന്ത് നമ്മളെ പോലെ? എന്തേ കുഴപ്പം? തിങ്കളാഴ്ച സന്തോഷം, ചൊവ്വാഴ്ച കുശുമ്പ്, ബുധനാഴ്ച അടി, വ്യാഴാഴ്ച പൂച്ചിക്കറും. വേറെ എങ്ങും ഇല്ലാത്തണ്ട് നാത്തുമാർ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പറയുന്നുള്ളൂ, പുറത്തേ പറയുന്നില്ല. മതിയല്ലോ, നാട്ടുകാർക്ക് പറയാതെ മതിയല്ലോ. തങ്കം പറഞ്ഞതുപോലെ ഇതിലായിരിക്കും. മക്കളെ ഗിരിരാജ, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഞാൻ കഴിച്ചാലും കഴിച്ചില്ലേലും ഇവിടെ ഉള്ളവർക്ക് വല്ല വിചാരമുണ്ട്. ഒരു പ്രശ്നമില്ലല്ലോ. ഗിരിജേട്ടൻ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ഞാനേ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി വന്നിരിക്കുക. അവിടെ എന്താ ഇവിടുന്ന് പോണോ? അല്ല, അങ്ങനെ നമ്മുടെ മുറിയിൽ ഇരിക്കായിരുന്നല്ലോ.
അവൻ സമാധാനമായിട്ട് ഇരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ഈ കൈയുടെ വേദന കൂടിയെന്നാ തോന്നുന്നത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ആദ്യം നിനക്ക് അപ്പുറത്തെ വശത്ത് വേദന എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇപ്പുറത്തെ വശത്തായ. അല്ല, അത് വീണപ്പം ചിലപ്പോ ഇവിടെ ഇടിച്ചു കാണത്തില്ലേ. അത് കൊള്ളാം. അല്ല, ഞാനിപ്പോ ചേച്ചിയോടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ഗിരിജേട്ടനോടല്ലേ പറഞ്ഞത്. അതെ അതെ, നിങ്ങൾ രണ്ടുപേർ ഇപ്പൊ നിങ്ങളുടെ അസുഖം എന്നോട് പറയാൻ വന്നതാണോ അതോ പരസ്പരം വഴക്കടിക്കാൻ വേണ്ടി വന്നതാണ്? ഗിരിജേട്ട തൈലം ഇട്ടതല്ലേ, ചൂട് പിടിക്കണ്ടേ? ഗിരിജേട്ടനല്ലേ പറഞ്ഞു ചൂടുവെള്ളം തരാന്ന്. പിന്നെ ലില്ലി എടുത്ത് പറഞ്ഞാ പോരെ? എന്റെ ഭർത്താവ് ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ലില്ലി എടുത്ത് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ അവള് പറമ്പിലാ. അതെ, നിനക്ക് ചൂടുവെള്ളല്ലേ വേണ്ട, ഞാൻ എടുത്തു തരാം. അല്ല മക്കളെ, നീ എനിക്ക് കഷായം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് അത് ലില്ലിയോട് പറഞ്ഞൂടെ? അല്ല, അവള് പിന്നെ പറഞ്ഞിരിക്കുന്നത് നീ അല്ലേ പറഞ്ഞത് എൻ്റെ കൂടെ? അതെ, നിങ്ങൾ തർക്കിക്കണ്ട, നീ ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട. രണ്ടുപേർക്കും ഇപ്പൊ ചൂടുവെള്ളല്ലേ വേണ്ടു, ഞാൻ റെഡിയാക്കി തരാം. ആ വലിയ ഉണ്ടാവിടെ ഇരിക്കുന്നു, കഴിവ് പുറകുവശത്ത് വെച്ചിട്ട് മതി. രണ്ടിനും അതിലിട്ട് പുഴുങ്ങിയിട്ടുള്ളൂ, വേറെ കാര്യം. ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇവിടെ ഇരുന്നേ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ചേച്ചിയുടെ ഉദ്ദേശം എന്താ? എനിക്കൊരു ഉദ്ദേശവും ഇല്ല. എന്നാ എനിക്കും ഒരു ഉദ്ദേശവും ഇല്ല. പിന്നെ നീ എന്തിനാ എൻ്റെ ചെറുക്കനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാനല്ലല്ലോ, ചേച്ചിയല്ലേ കഷ്ടപ്പെടുത്തുന്നത്. എന്നാ ഞാൻ ഇനി കഷ്ടപ്പെടുത്തത്തില്ല. ഞാനും. പിന്നെ കുറച്ച് ദിവസം അവനെ കണ്ടില്ലെങ്കിൽ എനിക്കൊന്ന് ഭയങ്കര വിഷമോ. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോണത്. എൻ്റെ ചേച്ചി ഗിരിജേട്ടൻ വീട്ടിലുള്ളപ്പോൾ എപ്പോഴും ചേച്ചിയുടെ കാര്യമാണ് പറയുന്നത്. പൊന്നെ, അവനിവിടെ വന്നാൽ നിന്റെ കാര്യം പറയാനേ നേരമുള്ളു. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇനി? എനിക്കൊരു പ്രശ്നമില്ല. ഗിരിജേട്ടാ, അയ്യോ ഗിരിജേട്ടാ, അയ്യോ അയ്യോ, എന്തോ പറ്റി? മക്കളെ, കാല് തെറ്റി വീണു. എനിക്ക് വയ്യ. കാല് തെറ്റി വീണു. അതെ, ഇവര് കുഴമ്പ് തെറ്റി കഴിഞ്ഞാൽ ചൂടുവെള്ളം ഇങ്ങനെ പിടിക്കണ്ടേ, അതിന് വേണ്ടി ഇവർക്കുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി എടുത്തു പോകുമ്പോ ഈ ചാലില് തട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വീണടി. വെള്ളം എടുക്കാം, അമ്മ എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ വീണു എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ രണ്ടാളും ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നല്ലോ. നിങ്ങളുടെ വേദന പോയോ? അതൊന്നും തമ്മിൽ എന്തോന്ന് ബന്ധം? നീ എഴുന്നേക്ക്. സത്യം പറ, നിങ്ങൾ അഭിനയിച്ചല്ലേ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അത് ഗിരിജേട്ടാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളതെല്ലാം പറഞ്ഞു തീർത്ത്. എപ്പോ? ഇപ്പൊ 2 മിനിറ്റിന് മുമ്പ്. ആഹാ, പറഞ്ഞു തീർത്തൂലേ? അവരങ്ങനെ കാണിക്കാം. അമ്മാവനിങ് വന്നേ, എന്തിനടി? എനിക്കൊന്നും പറ്റിയില്ല. ഇവര് ഈ കാണിച്ചത് കള്ളത്തരാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവര് പറയണം. അതിനു വേണ്ടി ഞാൻ അഭിനയിച്ചല്ലേ, അല്ലാണ്ട് ഞാൻ ശരിക്കും വീണോന്നല്ല. കേട്ടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. കേട്ടോ, വല്ല കുഴപ്പമുണ്ടോ? എന്നോട് ഈ കളി കളിക്കരുത് കേട്ടാ. നിങ്ങൾ വന്ന പോലെ തന്നെ സ്പീഡിൽ അങ്ങോട്ട് പോടിപ്പോ, ഞാനൊന്ന് കാണട്ടെ. വയസ്സുകാലത്ത് മനുഷ്യനെ പറ്റിക്കാൻ കാല് കയറ്റി വെച്ചിട്ട് പറഞ്ഞു. രണ്ടുകൂടി പോണ പോക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്ക്. എന്നോടാ അല്ല അമ്മാവ, അമ്മാവൻ വെറുതെ അങ്ങ് ഇരുന്നാ പോരെ, ഈ മേത്തോട്ടി വെള്ളം മുഴുവൻ കോരി ഒഴിച്ചെന്തിനാ? എടി, ഞാൻ വീണതാന്ന് അവർക്ക് വിശ്വാസം വരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഈ ചളിയിലിരുന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തണ്ട ഇവിടെയൊക്കെ ചളിയാക്കിയാലല്ലേ വീണതാന്ന് അറിയുള്ളൂ. എങ്ങനെയുണ്ട് പണി? ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട്. നല്ല ഒറിജിനാലിറ്റി ആണ്. എന്തിനാ കയ്യേരുന്നേ? എടാ, എനിക്കൊന്നും പറ്റില്ല. ഞാൻ പുഷ്പം പോലെ ഇരിക്കും കേട്ടോ. ഈ പുഷ്പം എഴുന്നേറ്റ് എന്ത് തങ്കം, എന്ത് ഇതിപ്പോ കഴിഞ്ഞു. വരാൻ പറ്റണില്ല. നീ വരാൻ പറ്റല്ലേ? വരാൻ പറ്റണില്ല. ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ഇരുന്നേലും ഇവിടെ പിടിച്ചു പോണു. പുഷ്പം പോലെ എഴുന്നേക്കുന്ന അവസാനം ഇപ്പൊ പുഷ്പയുടെ വീട്ട് കണ്ട ഇങ്ങനെ നടക്കാം കുറച്ച് നാളത്തേക്ക്. ഒന്ന് പിടിക്കടി. പോട്ടെ പോട്ടെ പോട്ടെ. നീ കാലിൽ പിടിച്ച് പൊക്കിയാ ഇതേപോലെ എന്നെ കൊണ്ട് നടത്തിരുത്ത. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്തായാലും അത് തൈലം ഇരിപ്പുണ്ടല്ലോ, രണ്ടുപേരുടെ പറ്റിത്തരും. പോട്ടെ പോട്ടെ പോട്ടെ. Aliens.